വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ അനശ്വര ഗാനങ്ങളിലൂടെ പാട്ടിന്റെ വസന്തം തീർത്ത ഭാവഗായകൻ പി ജയചന്ദ്രന് സ്മരണാഞ്ജലി അർപ്പിച്ച് മലയാളം. മൃതദേഹം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പൂങ്കുന്നത്തെ സഹോദരിയുടെ വീട്ടിലെത്തിച്ചിരുന്നു. സംഗീത നാടക അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിലും പൊതുദർശനം ഉണ്ടാകും. വിജിത വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. വിജിത, പൊതുദർശനം പുരോഗമിക്കുന്നു, എങ്ങനെയാണ് വിവരങ്ങൾ? സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരടക്കം അദ്ദേഹത്തെ അവസാനമായി കാണാൻ തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഒപ്പം തന്നെ തൃശ്ശൂരിലെ പ്രദേശവാസികളും അവിടെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര, അന്തരിച്ച ഗായകൻ ഭാവഗായകൻ പി ജയചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ട് ഒരുപാട് പേരാണ് പൂങ്കുന്നത്തെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. സാംസ്കാരിക സാമൂഹിക കലാരംഗത്തുള്ള ഒരുപാട് പേർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മൃതദേഹം പൊതുദർശനത്തിന് പൂങ്കുന്നത്തെ വീട്ടിലാണ് നിലവിൽ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 12:30 വരെ പൊതുദർശനം വീട്ടിൽ തന്നെ തുടരുമെന്നാണ് അറിയിക്കാൻ ഇപ്പോൾ കഴിയുക. അതിനുശേഷം സംഗീത നാടക അക്കാദമി റീജിയണൽ ഓഫീസിലേക്ക് മാറ്റും എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക. കാരണം എത്രത്തോളം ആളുകൾ ഇനിയും വരും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന കേരളക്കര മൊത്തം ഒന്നാകെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ എത്രത്തോളം ആളുകൾ അദ്ദേഹത്തെ കാണാൻ, അല്ലെങ്കിൽ മൃതദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്രത്തോളം ആളുകൾ എത്തും എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. നിലവിൽ 12:30 വരെ പൊതുദർശനം വീട്ടിൽ തന്നെ തുടരുമെന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാലചന്ദ്രൻ മേനോൻ, അതേപോലെ MLA അനിൽ അക്കര, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു, മന്ത്രി കെ രാജൻ തുടങ്ങിയവരെല്ലാം തന്നെ അന്തിമോപചാരം അറിയിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. നാളെയാണ് സംസ്കാരം. നാളെ എറണാകുളം പറവൂർ ചേന്ദമംഗലം പാലയത്ത് തറവാട്ടിലാണ് നടക്കുന്നത്. സംസ്കാര ചടങ്ങുകളെല്ലാം അവിടെ വെച്ചാണ് നടക്കുന്നത്. ഇന്ന് രാവിലെയാണ് അമലാശുപത്രിയിൽ നിന്ന് മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം പൂങ്കുന്നത്തെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഇപ്പോൾ 12:30 വരെ പൊതുദർശനം വീട്ടിൽ തന്നെ തുടരുമെന്നാണ് അറിയിക്കാൻ കഴിയുക. അതിനുശേഷം റീജിയണൽ സംഗീത നാടക അക്കാദമിയിലേക്ക് പൊതുദർശനത്തിന് വേണ്ടി മാറ്റും. തുടർന്ന് വീണ്ടും പൂങ്കുന്നത്തെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന മൃതദേഹം നാളെ രാവിലെ 8:30യോടെയാണ് ചേന്ദമംഗലത്തേക്ക് കൊണ്ടുപോകുന്നത്. നാളെ വൈകുന്നേരം 3:30ക്കാണ് സംസ്കാരം എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയിക്കാൻ കഴിയുന്നത്. ജയചന്ദ്രൻ്റെ വിയോഗത്തിൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സിനിമാ രംഗത്തെയൊക്കെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഒരുപാട് പേർ അനുശോചനം രേഖപ്പെടുത്തി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഭദ്ര, മലയാളത്തിലെ ഭാവഗായകൻ പി ജയചന്ദ്രന് വിട. വിവിധ ഭാഷകളായി അദ്ദേഹം 16,000-ലേറെ ഗാനങ്ങളാണ് ആലപിച്ചിട്ടുള്ളത്. എന്തായാലും തൃശ്ശൂരിൻ്റെ മണ്ണിൽ അദ്ദേഹം ഇപ്പോൾ അവസാന ഉറക്കത്തിലാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം നാളെയാണ് സംസ്കരിക്കുക. ഇന്നിപ്പോൾ പൊതുദർശനമാണ് നടക്കുന്നത്. തൃശ്ശൂരിൽ വസതിയിലും അതുപോലെ തന്നെ പൊതുദർശനം പുരോഗമിക്കുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സിനിമാ മേഖലകളിലെ പ്രമുഖരടക്കം വൻ നിരയാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ പൂങ്കുന്നത്തെ സഹോദരിയുടെ വസതിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഒപ്പം പ്രദേശവാസികളുമുണ്ട്. നിരവധി ആളുകളാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം അറിഞ്ഞ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ജനിച്ചത് എറണാകുളം ജില്ലയിലായിരുന്നു എങ്കിൽ പോലും അദ്ദേഹം വളർന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതം ഭൂരിഭാഗവും ഉണ്ടായിരുന്നത് തൃശ്ശൂർ ജില്ലയിൽ പൂങ്കുന്നത്ത് തന്നെയാണ്. എന്തായാലും അവിടെ തന്നെയാണ് നിരവധി ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ എത്തുന്നത്. നാളെ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം എറണാകുളത്തേക്ക് എത്തിക്കും. അവിടെ തറവാട്ട് ശ്മശാനത്തിൽ വെച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗിക ബഹുമതികളോടുകൂടി നടക്കുക. 16,000-ഓളം പാട്ടുകൾ സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം മലയാളത്തോട് വിട പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം തമിഴ് ജനതയ്ക്കുമേറെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. രാസാത്തി എന്നുള്ള ആ ഒരു ഒറ്റ പാട്ട് മതി അദ്ദേഹത്തെ ഓർത്തെടുക്കാൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകളും ഓരോ തലമുറയും, കഴിഞ്ഞ തലമുറയും ഈ തലമുറയും ഇനി വരുന്ന തലമുറയും ഓർത്തെടുത്ത് പാടും, കേൾക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല.
വിജിതയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിന്റെ ഭാവഗായകൻ